മക്കയിലെ തെരുവുകൾ കഠിനമായ വെയിലിൽ ചുട്ടുപൊള്ളുകയായിരുന്നു. എന്നാൽ ഉമറിന്റെ ഉള്ളിലെ ദേഷ്യം ആ വെയിലിനേക്കാൾ ചൂടുള്ളതായിരുന്നു. കരുത്തനും പേടിയില്ലാത്തവനുമായ ഉമർ റളിയല്ലാഹു അൻഹു അന്ന് ചരിത്രം മാറ്റിയ ഒരു തീരുമാനമെടുത്തു. കയ്യിൽ വാളുമേന്തി ദേഷ്യത്തോടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് മുഹമ്മദിനെ ഇല്ലാതാക്കും. വഴിയിൽ വെച്ച് ഒരാൾ അദ്ദേഹത്തെ തടഞ്ഞു ചോദിച്ചു, ഉമർ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? മുഹമ്മദിനെ കൊല്ലാൻ. ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടും മടിക്കാതെ മറുപടി നൽകി. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അതിനു മുൻപ് സ്വന്തം വീട് പോയി നോക്കൂ. നിങ്ങളുടെ സഹോദരി അദ്ദേഹത്തിന്റെ മതം സ്വീകരിച്ചിരിക്കുന്നു. ഇത് കേട്ടതും ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന്റെ ദേഷ്യം ഇരട്ടിച്ചു. എന്റെ സഹോദരിയോ? അദ്ദേഹം നേരെ അവളുടെ വീട്ടിലേക്ക് ഓടി. വീടിനുള്ളിൽ സമാധാനപരമായ അന്തരീക്ഷമായിരുന്നു. അവിടെ പേടിയോ ബഹളമോ ഇല്ലായിരുന്നു. ഖുർആന്റെ മനോഹരമായ പാരായണം മാത്രമായിരുന്നു അവിടെ കേട്ടത്. അദ്ദേഹത്തിന്റെ സഹോദരി ഫാത്തിമ ബിൻത് അൽ ഖത്താബും ഭർത്താവ് സയ്യിദ് ഇബ്ൻ സയ്ദും അല്ലാഹുവിന്റെ വചനങ്ങൾ പഠിക്കുകയായിരുന്നു. പെട്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹു വാതിൽ തകർത്ത് അകത്തേക്കു കയറി. ദേഷ്യത്തോടെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താണ് വായിക്കുന്നത്? അവർ അത് ഒളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹു സയ്യിദിനെ പിടിച്ചു തള്ളുകയും മർദ്ദിക്കുകയും ചെയ്തു. ഭർത്താവിനെ രക്ഷിക്കാൻ ഓടിവന്ന ഫാത്തിമയെയും അദ്ദേഹം അടിച്ചു. അവളുടെ മുഖത്ത് മുറിവേറ്റു. അവിടെ പെട്ടെന്ന് നിശബ്ദത പടർന്നു. മുറിവേറ്റും തളരാതെ നിന്ന തന്റെ സഹോദരിയെ ഉമർ റളിയല്ലാഹു അൻഹു നോക്കി. ഫാത്തിമ ധീരതയോടെ പറഞ്ഞു, അതെ ഉമർ, ഞങ്ങൾ അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിക്കുന്നു. നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്തോളൂ. അവളുടെ ആ വാക്കുകളിലെ ഉറച്ച വിശ്വാസം കണ്ടപ്പോൾ ഉമറിന്റെ ദേഷ്യം തണുത്തു. അദ്ദേഹത്തിന്റെ ഹൃദയം അലിഞ്ഞു. ശാന്തനായി അദ്ദേഹം പറഞ്ഞു, ആ വചനങ്ങൾ എനിക്കൊന്ന് വായിക്കാൻ തരൂ. ഫാത്തിമ പറഞ്ഞു, ആദ്യം നിങ്ങൾ പോയി ശുദ്ധിയായി വരൂ. ഉമർ റളിയല്ലാഹു അൻഹു പോയി കുളിച്ചു വൃത്തിയായി വന്ന് ആ വചനങ്ങൾ വാങ്ങി വായിക്കാൻ തുടങ്ങി. ആ വചനങ്ങൾ വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം വിറച്ചു. അത് കവിതയോ മാന്ത്രികമോ ആയിരുന്നില്ല, അത് സത്യമായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. വിറയ്ക്കുന്ന ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇതൊരു മനുഷ്യന്റെ വാക്കുകളല്ല. വാളുമായി ശത്രുവായി ഇറങ്ങിത്തിരിച്ച ആ മനുഷ്യൻ പൂർണ്ണമായും മാറിപ്പോയിരുന്നു. അദ്ദേഹം എഴുന്നേറ്റു പറഞ്ഞു, എന്നെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. ആ ദിവസം എല്ലാം മാറിമറിഞ്ഞു. അദ്ദേഹത്തിന്റെ ഹൃദയവും ജീവിതവും ചരിത്രവും മാറിമറിഞ്ഞു. ഇസ്ലാമിനെ തകർക്കാനിറങ്ങിയ ഉമർ റളിയല്ലാഹു അൻഹു അതിന്റെ ഏറ്റവും വലിയ കാവൽക്കാരനായി മാറി.